നേർവീഥി. 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 ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 44-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മിസ്രയീം ദേശത്ത് മിഗ്ദോലിലും തക്പനേസിലും നോഫിലും പത്രോസ് ദേശത്തും പാർക്കുന്ന സകല യഹൂദന്മാരെയും കുറിച്ച് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ യെരുശലേമിന്മേലും സകല യഹൂദ പട്ടണങ്ങളിന്മേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അവയിൽ വസിക്കുന്നതുമില്ല. അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്ന് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷം നിമിത്തം അത്രേ. ഞാൻ ഇടപെടാതെ പ്രവാചകന്മാരായി എൻ്റെ ദാസന്മാരെയൊക്കെയും നിങ്ങളുടെ അടുക്കൽ അയച്ചു. ഞാൻ വെറുക്കുന്ന ഈ മ്ലേച്ഛകാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറയിച്ചു. എന്നാൽ അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടവണ്ണം തങ്ങളുടെ ദോഷം വിട്ട് തിരിയേണ്ടതിന് ശ്രദ്ധിക്കാതെയും ചെവി ചായ്ക്കാതെയും ഇരുന്നു. അതുകൊണ്ട് എൻ്റെ ക്രോധവും കോപവും ചൊരിഞ്ഞു യഹൂദാ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ജ്വലിച്ചു. അവ ഇന്ന് ശൂന്യവും നാശവും ആയി കിടക്കുന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾക്ക് ശേഷിപ്പായി ആരും ഇല്ലാതാകും വണ്ണം യഹൂദയുടെ മധ്യേ നിന്ന് പുരുഷനെയും സ്ത്രീയെയും പൈതലിനെയും മുലകുടിക്കുന്ന കുഞ്ഞിനെയും ഛേദിച്ച് കളയേണ്ടതിനും നിങ്ങൾ വന്നു പാർക്കുന്ന മിസ്രയീം ദേശത്ത് വെച്ച് അന്യദേവന്മാർക്ക് ധൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ടെന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ച് കളഞ്ഞിട്ട് സകല ഭൂജാതികളുടെ ഇടയിൽ നിങ്ങൾ ശാപവും നിന്ദയും ആയിത്തീരേണ്ടതിനും നിങ്ങളുടെ പ്രാണഹാനിക്കായി ഈ മഹാദോഷം ചെയ്യുന്നതെന്ത്? യഹൂദദേശത്തെയും യെരൂശലേമിൻ്റെ വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദോഷങ്ങളും യഹൂദരാജാക്കന്മാർ ചെയ്ത ദോഷങ്ങളും അവരുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ ചെയ്ത ദോഷങ്ങളും നിങ്ങളുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ മറന്നുപോയോ? ഇവർ ഇന്നുവരെയും തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിലും വെച്ച ന്യായപ്രമാണവും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുകയോ ചെയ്തതും ഇല്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അനർത്ഥത്തിനായിട്ട് യഹൂദയെ മുഴുവനും ഛേദിച്ച് കളയുവാനായിട്ട് തന്നെ എൻ്റെ മുഖം നിങ്ങൾക്കെതിരായി വയ്ക്കുന്നു. മിസ്രയീം ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദ ശിഷ്ടത്തെ ഞാൻ പിടിക്കും. അവരെല്ലാവരും മുടിഞ്ഞു പോകും. മിസ്രയീം ദേശത്ത് അവർ വീഴും. വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും അവർ മുടിഞ്ഞു പോകും. അവർ ആബാലവൃദ്ധം വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കും. അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. ഞാൻ യെരൂശലേമിനെ സന്ദർശിച്ചതുപോലെ മിസ്രയീം ദേശത്ത് പാർക്കുന്നവരെയും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ട് സന്ദർശിക്കും. മിസ്രയീം ദേശത്ത് വന്ന് പാർക്കുന്ന യഹൂദശിഷ്ടത്തിൽ ആരും അവർക്ക് മടങ്ങിച്ചെന്ന് പാർപ്പാൻ ആഗ്രഹമുള്ള യഹൂദദേശത്തേക്ക് മടങ്ങിപ്പോകാൻ തക്കവണ്ണം ചാടിപ്പോകുകയില്ല, ശേഷിക്കുകയുമില്ല. വഴുതിപ്പോകുന്ന ചിലർ അല്ലാതെ ആരും മടങ്ങിപ്പോകുകയില്ല. അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും മഹാസംഘമായി അരികെ നിന്ന സകല സ്ത്രീകളും മിസ്രയീം ദേശത്ത് പത്രോസിൽ പാർത്ത സകല ജനവും യിരെമ്യാവോട് ഉത്തരം പറഞ്ഞത്: നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും.
ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളും ആഹാരവും സുഖവും ഉണ്ടായിരുന്നു, ഒരനർത്ഥവും നേരിട്ടിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയ ബലി പകരുന്നതും നിർത്തിയതു മുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു. ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയ ബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അട ഉണ്ടാക്കുന്നതും അവൾക്ക് പാനീയ ബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ? അപ്പോൾ യിരെമ്യാവ് സകല ജനത്തോടും പുരുഷന്മാരും സ്ത്രീകളുമായി തന്നോട് ഉത്തരം പറഞ്ഞ സകല ജനത്തോടും തന്നെ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ പട്ടണങ്ങളിലും യെരൂശലേം വീഥികളിലും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തുള്ള ജനവും ധൂപം കാട്ടിയത് യഹോവ ഓർത്തില്ലയോ? അവൻ്റെ മനസ്സിൽ അത് വന്നില്ലയോ? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തവും നിങ്ങൾ പ്രവർത്തിച്ച മേച്ഛത നിമിത്തവും യഹോവയ്ക്ക് സഹിപ്പാൻ വഴിയാതായി. അതുകൊണ്ട് നിങ്ങളുടെ ദേശം ഇന്ന് നിവാസികളില്ലാതെ ശൂന്യവും സ്തംഭനഹേതുവും ശാപവിഷയവും ആയിത്തീർന്നിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെയും അവൻ്റെ ന്യായപ്രമാണവും ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടി യഹോവയോട് പാപം ചെയ്യുക കൊണ്ട് ഇന്ന് ഈ അനർത്ഥം നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. പിന്നെയും യിരെമ്യാവ് സകല ജനത്തോടും സകല സ്ത്രീകളോടും പറഞ്ഞത്, മിസ്രയീം ദേശത്തിരിക്കുന്ന യഹൂദന്മാരായ നിങ്ങളെല്ലാവരും യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുവാനും പാനീയ ബലി പകരുവാനും നേർന്നിരിക്കുന്ന നേർച്ചകളെ ഞങ്ങൾ നിവർത്തിക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വായുകൊണ്ട് പറയുകയും കൈകൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നേർച്ചകളെ ഉറപ്പാക്കിക്കൊള്ളുവീൻ, നിങ്ങളുടെ നേർച്ചകളെ അനുഷ്ഠിച്ചുകൊള്ളുവീൻ. അതുകൊണ്ട് മിസ്രയീം ദേശത്ത് പാർക്കുന്ന സകല യഹൂദന്മാരുമായുള്ളവരെ യഹോവയുടെ വചനം കേൾപ്പീൻ. മിസ്രയീം ദേശത്തെ ഒരു യഹൂദനും വായെടുത്ത് യഹോവയായ കർത്താവാണ് എന്നിങ്ങനെ എൻ്റെ നാമം ഇനി ഉച്ചരിക്കയില്ല എന്ന് ഞാൻ എൻ്റെ മഹത്തായ നാമം ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തെ പട്ടണങ്ങളിൽ കുടിപാർപ്പ് ആരംഭിച്ചു. എന്നാൽ അവർ അവിടുത്തെ സങ്കല്പ ദൈവങ്ങളെ പൂജിക്കാൻ തുടങ്ങി. പണ്ട് യാക്കോബിൻ്റെ മക്കൾ മിസ്രയീം ദേശത്ത് അടിമകളായി ചെന്നു. ആദ്യകാലത്തൊക്കെ അവർ ഭക്തിയോടെ ജീവിച്ചെങ്കിലും പിന്നീട് മിസ്രയീമ്യ ദേവന്മാരെ അവർ വരിച്ചു, അവർ വിഗ്രഹാരാധികളായി. അതിൻ്റെ കെടുതികൾ അവിടെ തന്നെ അവർ അനുഭവിച്ചു. അന്യദേവന്മാർ അവരുടെ മുതുകത്ത് മുള്ളായി. അപ്പോഴാണ് ദൈവം മോശയെ അയക്കുന്നത്. ഇതാ വീണ്ടും യഹൂദയിൽ നിന്ന് ഓടിപ്പോയ മിസ്രയീമിൽ അഭയാർത്ഥികളായി ചെന്നിരിക്കുന്ന ആ യഹൂദന്മാർ, അവർക്ക് മിസ്രയീമിൽ നിന്ന് പ്രീതി ലഭിക്കാൻ വേണ്ടി അവരുടെ ക്ഷേത്രങ്ങളിൽ പോവുകയും അവരുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്യുകയാണ്. യിരെമ്യാവിന് അരുളപ്പാടുണ്ടായി. യഹൂദയുടെ വിഗ്രഹാരാധന നിമിത്തമാണ് ദൈവം അവരെ ശിക്ഷിച്ചത്. ഒന്നിനു പുറകെ ഒന്നായി പ്രവാചകന്മാരെ അയച്ച് ശാസിച്ചിട്ടും അവർ പിന്മാറിയില്ല. തന്മൂലമാണ് ബാബേലിലേക്ക് അയച്ചത്. അത് കണ്ടിട്ടും മിസ്രയീമിലെത്തിയ ശേഷിപ്പ് പാഠം പഠിക്കാതെ വിഗ്രഹാരാധന തുടർന്നാൽ ദൈവം വാളും ക്ഷാമവും മഹാമാരിയും അയക്കും. വൃദ്ധന്മാരും യുവാക്കളും പൈതങ്ങളും സ്ത്രീകൾ ഉൾപ്പെടെ വാളിനിരയാകും. അതുകൊണ്ട് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്കിനിയും ആശയ്ക്ക് വഴിയുണ്ട് എന്നായിരുന്നു യിരെമ്യാവിൻ്റെ ആഹ്വാനം. എന്നാൽ യെരൂശലേം പുത്രിമാർ പറഞ്ഞത്, ഞങ്ങൾ അവിടെ ആകാശരാജ്ഞിയുടെ രൂപത്തിൽ അട ചുട്ട് ആകാശരാജ്ഞിയെ പ്രസാദിപ്പിക്കുകയും ധൂപം കാട്ടുകയും ചെയ്ത കാലത്ത് യഹൂദയിൽ ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായിരുന്നു. ഞങ്ങളത് നിർത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് വാളും ക്ഷാമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആകാശരാജ്ഞിയെ ആരാധിക്കും. ആകാശരാജ്ഞിയുടെ രൂപത്തിൽ ഞങ്ങൾ അടയുണ്ടാക്കും. ആകാശരാജ്ഞിക്ക് ഞങ്ങൾ ധൂപം കാട്ടും. അതിന് ഞങ്ങൾ നേർന്നിരിക്കുകയാണ്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ യഹോവയുടെ അരുളപ്പാടായി യിരെമ്യാവ് പറഞ്ഞത്, നിങ്ങൾക്ക് അഭയം നൽകിയിരിക്കുന്ന മിസ്രയീം രാജാവായ ഫറവോൻ
ഓഫ്രയെ ഉൾപ്പെടെ സകലരെയും ശത്രുക്കളുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും. ഈ മിസ്രൈം നശിക്കും. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ അതെല്ലാം തീ വയ്ക്കപ്പെടാനിടയാകും. ചുരുക്കം ആളുകൾ ഓടി രക്ഷപ്പെട്ട് യെരൂശലേമിലെത്തും. ഭൂരിപക്ഷം ആളുകൾ ഇവിടെ ചത്തൊടുങ്ങും. ഇത് കേട്ടിട്ടും അവർക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അവര് ദൈവത്തെ അനുസരിക്കാൻ, ദൈവവചനത്തെ അനുസരിക്കാൻ തയ്യാറാകുന്ന പക്ഷം ദൈവം അവർക്ക് മാംസളമായ ഹൃദയം നൽകി, അനുതാപം നൽകി, കരച്ചിൽ നൽകി അവര് ദൈവാനുഗ്രഹം പ്രാപിക്കും. എന്നാൽ മനഃപൂർവ്വം ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ ദൈവം ഹൃദയത്തെ കഠിനപ്പെടുത്തും. എന്തെല്ലാം കേട്ടാലും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. അതാണ് മിസ്രൈമിലെത്തിയ ഈ ഇസ്രായേലിന് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ആവർത്തിച്ച് അവരോട് സംസാരിക്കുകയാണ്. ഇനിയും ആശയ്ക്ക് വഴിയുണ്ടെന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മോട് തൻ്റെ വചനത്തിലൂടെ, വിവിധ വേദഭാഗങ്ങളിലൂടെ, വിവിധ ദൈവദാസന്മാരിലൂടെയൊക്കെ നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് മാത്രം ചെയ്യുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.